അവനും ജാസ്മിനോട് ഒരുമിച്ച് നീയൊക്കെ വേറെ വിവാദം ഉണ്ടാക്കി. രഹസ്യം ഞാൻ പിന്നെ കുറച്ച് മുന്നേ ഗബ്രി അഖിൽമാരാറും കൂടെ എവിടെ ഒരു ഫംഗ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ വെച്ചിട്ട് അഖിൽമാരാർ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. അതായത് ജാസ്മിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടി ഇവനെ ജാസ്മിനെയും കൂടെ ചേർന്ന് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി എന്നുള്ള രീതിയിൽ, അതായത് മീഡിയക്കാരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തതെന്നുള്ള രീതിയാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഇനി ഞാനും ഈ പറയുന്ന ഗബ്രിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ രീതിയിൽ കൊണ്ടുവരുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഫംഗ്ഷൻ്റെ ആ ഒരു കുറച്ച് ക്ലിപ്പിംഗ് ഒന്ന് കണ്ടുനോക്കാം. അവനും ജാസ്മിനോട് ഒരുമിച്ച് നീയൊക്കെ വേറെ വിവാദം ഉണ്ടാക്കി. ഞങ്ങളോട് ഒരുമിച്ചിരുന്നിട്ട് വേറെ വിവാദം ഉണ്ടാക്കാതെ പോടെ. കണ്ടല്ലേ, ഇനി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് അടുത്ത വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന്. എന്നിട്ട് ഇനി വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര രഹസ്യ സംഭാഷണമെന്നും പറഞ്ഞിട്ട് അളിയനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി എൻ്റെ ബലമായ സംശയമില്ല, അനിയൻ മിഥുനെ പണ്ട് മാരാറ് പറഞ്ഞിട്ട് വെളുപ്പിച്ചൊരു സംഭവം ഓർക്കുന്നു. അനിയൻ മിഥുനെ ഒരു ലോകത്തില്ലാത്തൊരു കഥ പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് അറിയാല്ലേ. ആ സമയത്ത് മാരാറാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മിഥുന് വേണ്ടി സംസാരിച്ചത്. പക്ഷെ മാരാറ് പറഞ്ഞപ്പോൾ അത് ഒരുപാട് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിയാ, മിഥുനെ തെറ്റി പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഇതേപോലെ ഇനിയിപ്പോൾ അടുത്തിനി അലക്കി വെളുപ്പിക്കൽ വല്ലതും വരുന്നുണ്ടോ എന്തോ. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ഈ പറയുന്ന വ്യക്തി തന്നെ മാരാറ് ഹൈദരാലിയുടെ ഇന്റർവ്യൂവിൽ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു ഈ കാസ്റ്റിംഗ് കൗച്ചിനെയൊക്കെ പറ്റിയിട്ട്. അപ്പം അതിനകത്ത് ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യം ചോദിച്ചപ്പം മാരാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കാം. ഇല്ല, എല്ലാം എന്തോ കാണുന്നതെല്ലാം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളത്. മൊത്തം അത് കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം വേറെ സൈറ്റിൽ കയറി കാര്യങ്ങൾ ഉണ്ടാ പോലെ. അപ്പൊ അത്രയും മോശമാണ് അവർ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അല്ല, അത് അഖിലിപ്പോ പറഞ്ഞു. അഖിലിന്റെ കാര്യം പറഞ്ഞു. അഖിലിപ്പോ ഈ തടവല് കാണാനാണെങ്കിൽ വീറും വൃത്തിയുള്ള തടവല് വേറെ അഖില് പറയുന്നു അത് തന്നെയല്ലെന്ന് എന്റെ ചോദ്യം. അതാ പറഞ്ഞത്, ഇത് നമുക്ക് ഇതൊക്കെയല്ലേ കാണാനുള്ളൂ ഇതിനകത്ത്. ഇപ്പൊ എന്തെങ്കിലും പറയാൻ കാണുമോ എന്തോ. ഇതിനെക്കാട്ടിയും ഭേദം വേറെ നല്ല സൈറ്റുകളുണ്ട്, അതിൽ കയറി കാണുന്നതാണ്. എൻ്റെ പൊന്നെ, എന്തായാലും അഖിൽമാരാറിന് വേറൊരു കഴിവുണ്ട് കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വളച്ചു പിടിച്ചത് നേരെയാക്കുള്ള ഒരു കഴിവ് പുള്ളിക്കുണ്ട്. അത് ഭയങ്കരം തന്നെ. അപ്പം ഇനിയിപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ ട്രോൾ ഇറങ്ങിക്കഴിഞ്ഞാലും കക്ഷി ചിലപ്പോൾ അത് മാറ്റി പറയും. അത് ഞാൻ അന്ന് വേറെ രീതിയിൽ പറഞ്ഞതാണ്. ഞാനല്ല, അത് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്നുള്ള രീതിയിൽ അടുത്ത ഇനി വളച്ചൊടിക്കുമായിരിക്കും. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഋഷി എന്തുകൂടെ ഇത്രയ്ക്ക് വലിയ തെറ്റാണോ ചെയ്തത്? ഋഷി എടീന്നങ്ങാണ്ട് വിളിച്ചെന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ അതിനെക്കാട്ടി നല്ല കൂടിയിനം തെറികൾ വിളിക്കുന്ന ആൾക്കാരുണ്ട്. വേണമെങ്കിൽ ജാസ്മിൻ പറയുന്ന ഒരു 10-14 തെറി ഞാൻ ഇവിടെ വായിച്ചേൽപ്പിക്കാം. നീ പണയടാ, പോടാ തന്തയില്ലാത്തവനെ, പോടാ കരിഞ്ഞവനെ, പോടാ ഷൊട്ടെ, പോടാ ഷൊണ്ണെ, ഇറങ്ങി വടാ ഊളകളെ, ചെറ്റത്രം പറയാതടാ നാറി, മണ്ടയടിച്ച് പൊളിക്കും, തൊലിക്കത്തേ ഉള്ളൂ, കൊണയ്ക്കാതട പരനാറി, തെണ്ടികളെ വലിച്ചു കീറിക്കളയും. ഇതിനകത്ത് ഒരു സാധനം മിസ്സിങ് ആണ്, അണ്ണാക്കിൽ പിരിവെട്ടിയോ, അതും കൂടി കാണുമായിരുന്നു. എന്തായാലും ഇത്രയും വാക്കുകൾ പറയുന്ന ആളെയൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്നും ഒരു തെറിയല്ലല്ലോ അവരുടെ കണ്ണിൽ. ഇതൊക്കെ വളരെ കൊച്ചു കുട്ടിയല്ലേ, 23 വയസ്സുള്ള പിഞ്ചു കുഞ്ഞു പറയുന്ന കുറച്ച് കാര്യമല്ലേ. അതൊക്കെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ എടിയെന്നും പോടിയെന്നൊന്നും നിങ്ങൾ ആരെയും വിളിക്കരുത്, അത് പ്രത്യേകം നിങ്ങൾ സൂക്ഷിച്ചോണം. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. പോടാ പോടി പോലെയുള്ള തെറിവാക്കുകൾ തീർച്ചയായിട്ടും വളരെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാളും നല്ലത് സഭ്യമായ തന്തയില്ലാത്തവൾ, ഷൊണ്ണ, ഷൊട്ട ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളോ, മണ്ടൻ, മന്ദബുദ്ധി പോലെയുള്ള വാക്കുകളോ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നിലവാരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ പോടാ പോടി വിളിയൊക്കെ എന്തോന്നടേ ഇത്? നമ്മളൊരു പുരോഗമന സമൂഹമല്ലേ. ഈ പുരോഗമന സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പോടി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത്? ഇതിന് പകരം വല്ല ഷൊട്ട എന്നാ, ഷൊണ്ണ എന്നാ, മണ്ടൻ എന്നാ, അല്ലെങ്കിൽ മറ്റേ മന്ദബുദ്ധി എന്നാ, തന്തയില്ലാത്തവളെന്നോ തന്തയില്ലാത്തവനെന്നൊക്കെ വിളി. അപ്പോഴല്ലേ ആ ഒരു സ്റ്റാൻഡേർഡ് വരുള്ളൂ. അതുകൊണ്ട് മുടിയൻ ചെയ്തത് കനത്ത അനീതിയായിട്ട് നാം ഇവിടെ കാണേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ ആരും എടിയെന്നും പൊടിയെന്നും ഒന്നും വിളിക്കാതെ മാക്സിമം ശ്രമിക്കുക. ഈ ഷൊണ്ണയെന്നും മൊണ്ണയെന്നും അങ്ങനെയൊക്കെയുള്ള രീതി വിളിച്ചാൽ മതി കേട്ടോ. ഈ കരിഞ്ഞവനെന്നൊക്കെ വിളിച്ചാൽ മതി. അതൊക്കെ വളരെ 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 നല്ല വാക്കുകളാണ്. അതൊക്കെ ഒരു ചീത്ത വാക്കുകളായിട്ട് നിങ്ങൾ എടുക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പം എന്താണ് ഇതിനകത്തൊക്കെ സത്യം പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ശരിക്കും ഇന്നലത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചത്? സാബുമോനും ശ്വേതയും കൂടെ വന്നിരുന്നു പറഞ്ഞേ. അവർക്ക് എന്തോ ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് വിലസ് കണ്ട. അതിനകത്ത് കയറിയിട്ട് പറയാത്ത കാര്യങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്ക് വന്നിരുന്ന് പറയുന്നത്. അവർ ഗസ്റ്റായിട്ട് കയറിയപ്പോഴത്തേക്ക് അവർക്ക് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. ജാസ്മിനെയും മറ്റേ ജിൻഡോയൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ അറിയാമല്ലോ. അപ്പം അവർക്ക് ഈ ഒരു കാര്യം പറയാൻ അവർക്ക് മറന്നുപോയോ? അവിടെ വൃത്തിയില്ലാത്തതിൻ്റെ കാര്യവും അമ്മിണി ലോഡ്ജ എന്ന് പറഞ്ഞതും എല്ലാം മറന്നുപോയോ? അത് പുറത്തിറങ്ങിയപ്പോൾ മാത്രം പ്രത്യേകം രീതിയിൽ ഇനി ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തതാണോ എന്ന് എനിക്കറിയത്തില്ല.
എടേ ആ ഒരു ഷോയ്ക്ക് സത്യം പറഞ്ഞ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഉള്ളതും കൂടി ഇല്ലാതാവുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. സാബുമോനൊക്കെ ഒരു സീസൺ 1 ഉണ്ടാക്കിയ ഒരു ഓളം ഭയങ്കരം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം വന്നിരുന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഉള്ള വിലയും കൂടി പോകുന്ന പരിപാടിയാണത്. ഉള്ള കാര്യം പറയാനല്ല, ഇതിപ്പോൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, ഒരാളെ മാത്രം ആ ചാനൽ ഫോക്കസ് ചെയ്ത് ഫേവറിസം കാണിക്കുന്നതൊക്കെ പോലെ തന്നെയാണ് എല്ലാവരും പറയണത്. അപ്പം അത് നമുക്കത് വിശ്വസിക്കേണ്ടി വരും. ശരിയാണ്, ഇതിപ്പോൾ ഒരാളെ മാത്രം നിങ്ങൾ അങ്ങനെ കാണിക്കേണ്ട എന്താണെന്ന് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കേണ്ടി വരും. അവരതിനകത്ത് ചെന്നപ്പം ഇതൊന്നും കണ്ടിട്ടില്ല, ഈ തെറ്റുകളൊന്നും അവർ കണ്ടിട്ടില്ല. അവർ കണ്ടതെല്ലാം നല്ല പ്രവൃത്തികളായിരിക്കും. എന്നിട്ട് അവിടെ വന്നൊരു എത്ര വട്ടം പറഞ്ഞെന്നറിയോ, യു ഗൈസ് എ ഫാന്റാസ്റ്റിക് പ്ലേസ്. എത്ര വട്ടം പറഞ്ഞതറിയോ ചേതമേനെ. നേരെ മറിച്ച് പോകുന്ന സമയത്ത് സാബുമോനും എന്തോ പറഞ്ഞത്, ഇതൊക്കെ തന്നെ പറഞ്ഞത് നിങ്ങളെല്ലാവരും കിടിലമാണ്, അടിപൊളിയാണ്, നമ്മൾ കാണുന്ന കണക്കല്ല. ലാലേട്ടനെ മുന്നിൽ വെച്ചിട്ട് പറയുന്നതാ, ഇവരെല്ലാവരും ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടിട്ടില്ല, എല്ലാവരും വ്യക്തി വൈരാഗ്യങ്ങളായിട്ടാണ് കണ്ടേക്കുന്നത്. എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഇന്നിനിയിപ്പം എന്തൊക്കെ പരിപാടിയായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പം നാളെ ഈ പറയുന്ന പോലെ ഋഷി ക്വിറ്റ് ചെയ്യാനായിട്ട് മേ ബി ചാൻസ് ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോണം, ഋഷിയോ അൻസിബിയോ ആരെങ്കിലും ഒക്കെ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു. സാധാരണ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പോയി കരച്ചിലും വേളമൊക്കെ. പക്ഷെ സത്യം പറഞ്ഞ ഋഷി ഒന്നും ഒരിക്കലും ഈ ഒരു ഷോയ്ക്ക് ആക്ടറല്ല. ഉള്ള കാര്യം പറയാനല്ലേ, ഈ ഋഷി എന്തെങ്കിലും ഉണ്ട് ഭയങ്കര ഇമോഷണലി എടുക്കുക. പിന്നെ അത് മാത്രമല്ല, ഇത്രയും സത്യസന്ധതയായിട്ടൊന്നും ആ ഷോയിൽ നിൽക്കേണ്ട കാര്യമില്ല. അത് ആദ്യമേ മനസ്സിലാക്കുക. അവിടെ ചെല്ലുന്നത് ഗെയിം കളിക്കാനാണ്, അല്ല നല്ലവനായ ഉണ്ണിയായിട്ട് തിരിച്ചു വരാനായിട്ടുള്ള രീതിയിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജാസ്മിൻ്റെ ഫാൻസ് ഉണ്ടല്ലോ, കുറേ ടീമുകൾ വന്നിരുന്ന് വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിൻ്റെയൊക്കെ ഓരോന്നായിട്ട് എടുത്തു വെച്ച് വലിച്ചു കീറാൻ എനിക്ക് അറിയണ്ടല്ല. നിൻ്റെയൊക്കെ വാടപ്പിക്കാനുള്ള പരിപാടികൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കുറേ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ എന്നെക്കൊണ്ട് വന്ന് പൊട്ടിക്കാതിരിക്കണമെങ്കിൽ മിണ്ടാതിരിക്കുക. ഞാൻ ഇതുപോലെ വന്ന് ചൊറിയും. അവൾ അതിനകത്ത് ഗെയിമിൽ കാണിക്കുന്ന പരിപാടികൾ തന്നെയാണ് നമ്മളെല്ലാവരും പറയുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത PR വർക്ക് തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ റീൽസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഭയങ്കര സാഡ് BGM ഒക്കെ ആയിട്ട് പുറത്ത് വിടുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ അത്യാവശ്യം നല്ല ലൈക്കും ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ അത്യാവശ്യം പൊങ്ങി വരുന്നുണ്ട്. ഈ PR വർക്ക് ചെയ്യുന്നവന്മാരെ ഞാൻ എന്തായാലും സമ്മതിച്ചിരുന്നു കേട്ടോ. കാര്യം നല്ല കഴിവുള്ളവന്മാരാണ് കേട്ടോ. എന്ത് കാര്യവും അവന്മാരെ കൊണ്ട് അലക്കി വെളുപ്പിക്കാനായിട്ട് പറ്റും. ആ റീൽസ് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കുറ്റം പറഞ്ഞ് അതൊരു സപ്പോർട്ടായിട്ട് മാറും. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ അലക്കി വെളുപ്പിച്ച് സംഭവം പുറത്താവുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല കാര്യങ്ങൾ തന്നെ. അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ദൈവമേ, ഏഷ്യാനെറ്റായാലും വേറെ ഏത് ചാനലായാലും എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വന്ന് അങ്ങ് മെഴുകുവാണ് ജാസ്മിൻ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള PR വർക്കുകളൊക്കെ നടക്കട്ടെ. നമുക്ക് നോക്കാം എവിടം വരെയൊക്കെ പോകുമെന്ന്. എന്തായാലും ഗപ്പടിച്ചുകൊണ്ട് വരുമോ അതോ ഈ പാതി വഴിയിൽ വെച്ചിട്ട് ഇറങ്ങി വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.